നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കെതിരെ ദിലീപ് നൽകിയ അപ്പീൽ തള്ളി ഹൈക്കോടതി. മെമ്മറി കാർഡ് പരിശോധനയുടെ മൊഴിപ്പകർപ്പ് കൈമാറണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീലാണ് തള്ളിയത്. ദിലീപിന്റെ ആവശ്യത്തിൽ കഴമ്പില്ല എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സാക്ഷിമൊഴികൾ അറിയാൻ അതിജീവിതയ്ക്ക് അവകാശമുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ദിലീപിന്റെ അപ്പീൽ തള്ളിക്കൊണ്ട് കോടതി എടുത്ത തീരുമാനം, അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പീൽ തള്ളിക്കൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് എന്താണ്? സ്മൃതി എൻ നഗരേഷ് ഒപ്പം പി എം മനോജ് ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ഈ വിധി. ഈ വിധിയിൽ പ്രധാനമായും ഈ മൊഴി പകർപ്പ് നൽകരുതെന്ന ആവശ്യമായിരുന്നു ഈ അപ്പീലിലൂടെ ദിലീപ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ഈ നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അതിജീവിതക്ക് നൽകിയിരുന്നു. പക്ഷേ റിപ്പോർട്ടിന് ആധാരമായി മൊഴിപ്പകർപ്പ് നൽകിയില്ല. തുടർന്നാണ് കെ ബാബു അധ്യക്ഷനായ ബെഞ്ച് മൊഴിപ്പകർപ്പ് കൂടി നൽകണമെന്ന നിർദ്ദേശം നൽകിയത്. അത് ചോദ്യം ചെയ്ത് നൽകിയ അപ്പീൽ അവധിക്കാല ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചപ്പോൾ അതിൽ പ്രധാനമായുള്ള നിർദ്ദേശം ദിലീപിൻ്റെ വാദങ്ങളൊന്നും സാധൂകരിക്കാൻ കഴിയില്ല, ഈ വാദങ്ങളിൽ കഴമ്പില്ല എന്നതാണ്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കെ ബാബു അധ്യക്ഷനായ ബെഞ്ചിൻ്റെ തീരുമാനം അത് ശരിയാണ്. കാരണം അതിജീവിതക്ക് ഈ അന്വേഷണത്തിലെ വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്, മൊഴിപ്പകർപ്പിനും അതിജീവിതക്ക് അവകാശമുണ്ട്. അത് മൊഴിപ്പകർപ്പ് ആവശ്യപ്പെടുന്നതിന് അന്വേഷണം ഏത് തരത്തിലാണ് മുന്നോട്ട് പോയത്, അത് കൃത്യമായിട്ടാണോ മുന്നോട്ട് പോയതെന്ന് പരിശോധിക്കണമെങ്കിൽ മൊഴിപ്പകർപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് ഹൈക്കോടതി നൽകിയ ആ മൊഴിപ്പകർപ്പ് നൽകണമെന്ന ഉത്തരവ് അത് നിലനിൽക്കും, അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ ദിലീപിൻ്റെ ഈ വാദങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും, നേരത്തെ ദിലീപ് ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു ഹർജി ചോദ്യം ചെയ്യാൻ നിൽക്കുന്നത്, ഈ ഒരു ഹർജിയിൽ എന്താണ് ദിലീപിൻ്റെ സാന്നിധ്യം, എന്താണ് പ്രസക്തി എന്നടക്കം ചോദ്യം ചെയ്തിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ വലിയൊരു അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയും ഹൈക്കോടതിയിൽ കെ ബാബു അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിൽ അതിജീവിത സമർപ്പിച്ചിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഋഷിപാൽ പുറത്തുവിട്ടത്.